പഞ്ചാരക്കൊല്ലിയിലെ ജനത മുഴുവൻ ആശങ്കയിലാണ്. ജീവൽ ഭയത്തിൽ ഒരു സമൂഹം മുഴുവൻ കഴിയുമ്പോഴും കടുവാ പ്രേമവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് BJP നേതാവും പരിസ്ഥിതി പ്രവർത്തകയുമായ മനേകാ ഗാന്ധി. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള കേരളത്തിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് മനേകാ ഗാന്ധി അഭിപ്രായപ്പെടുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലരുതെന്ന് കേന്ദ്ര ഉത്തരവ് നിലവിലുണ്ട്. കേരളത്തിന്റെ നടപടി നിയമലംഘനമാണെന്ന് മനേകാ ഗാന്ധി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കേരളം തുടർച്ചയായി നിയമലംഘനം നടത്തുകയാണ് എന്നാണ് മനേകാ ഗാന്ധിയുടെ ആരോപണം. ഒരു കടുവയെയും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാനാകില്ലെന്നും കേരളം പതിവ് പോലെ നിയമം ലംഘിക്കുകയാണെന്നും മനേകാ ഗാന്ധി പറഞ്ഞു. കടുവയെ പിടികൂടാം, എന്നാൽ കൊല്ലാനാകില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ്. ആനയെയും കടുവയെയും കാട്ടുപന്നിയും ഒക്കെ കൊല്ലാനാണ് കേരളീയർക്ക് ഇഷ്ടം. ഇത് അവസാനിപ്പിക്കാൻ രാജ്യത്ത് നിയമങ്ങളുണ്ട്. കടുവ ദേശീയ സമ്പത്താണ് അവർ വ്യക്തമാക്കി. വയനാട്ടിലെ കടുവ പ്രായമായത് കടുവയാണെന്നും വളരെ എളുപ്പം പിടികൂടാൻ കഴിയുമെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു. മനുഷ്യ വന്യമൃഗ സംഘർഷം ഉണ്ടാകുന്നതിന് കാരണം വന്യമൃഗങ്ങളുടെ പ്രദേശങ്ങൾ നിങ്ങൾ കൈയടക്കുന്നതുകൊണ്ടാണെന്ന് അവർ വ്യക്തമാക്കി. നിരവധി പേർ ചേർന്ന് കടുവയെ വളഞ്ഞാൽ ആക്രമിക്കുന്നത് സ്വാഭാവികമെന്നായിരുന്നു ദൗത്യ സംഘത്തെ കടുവ ആക്രമിച്ചതിനെ സൂചിപ്പിച്ചപ്പോൾ മനേകാ ഗാന്ധിയുടെ മറുപടി. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാത്തിനെയും കൊല്ലാനാണ് ഇഷ്ടം. ആന കിണറ്റിൽ വീണപ്പോഴും അതിനെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വന്യജീവി മനുഷ്യ സംഘർഷത്തിന് കാരണം കേരളത്തിലെ വനം കൈയേറ്റം. ജനങ്ങൾ കടുവയുടെ ആഹാരമായ കാട്ടുപന്നിയെ കൊലപ്പെടുത്തി ഇല്ലാതാക്കുകയാണ്. ജനങ്ങൾ വനത്തിൽ നിന്നും കുടിയിറങ്ങുന്നതാണ് നിലവിലെ ഏക പരിഹാരം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 6 ലക്ഷം ഹെക്ടറിലധികം വനം വെട്ടി നശിപ്പിച്ചു. കേരളത്തിൽ എല്ലായ്പ്പോഴും ആൾക്കൂട്ട നിയമം ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ ഇന്നിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവർ വിമർശിച്ചു. അതേസമയം വയനാട് പഞ്ചാരക്കൊല്ലിയിലെ രാധയെ കൊലപ്പെടുത്തിയ കടുവയെ കണ്ടെത്താനുള്ള പ്രത്യേക ദൗത്യം ഇന്നും തുടരുകയാണ്. രാവിലെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 30 അംഗ പ്രത്യേക സംഘം കാടുകയറി. വനാതിർത്തികൾ 6 സംഘങ്ങൾ കൂടി വളഞ്ഞാകും കടുവയെ തിരയുക. ഇന്നലെ തറാട്ട് വെച്ച് RRT അംഗമായ ജയസൂര്യയെ ആക്രമിച്ച കടുവ പഞ്ചാരക്കൊല്ലി കാട് വിട്ടിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ദൗത്യത്തോട് അനുബന്ധിച്ച് പഞ്ചാരക്കൊല്ലി, മേലെ ചിറക്കര, പിലാക്കാവ്, 3 റോഡ് ഭാഗം, മണിയംകുന്ന് ഭാഗങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച കർഫ്യൂ 2 ദിവസം തുടരും. ഇന്നലെ രാവിലെ വിവിധ ടീമുകളായി തിരച്ചിലിനിറങ്ങിയപ്പോൾ RRT സംഘത്തിലെ ഒരാൾക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഷീൽഡ് കൊണ്ട് പ്രതിരോധിച്ചതുകൊണ്ട് മാത്രമാണ് ജയസൂര്യ രക്ഷപ്പെട്ടത്. കടുവയുടെ നഖം കൊണ്ട് അദ്ദേഹത്തിന്റെ വലതു കൈക്ക് പരിക്കേറ്റു. കടുവയെ RRT സംഘം വെടിവെച്ചെങ്കിലും രക്ഷപ്പെട്ടു.